പ്രിയപ്പെട്ടവരെ, 2026 ഫെബ്രുവരി 28 ഇന്ന് രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഗൾഫ് മേഖല മൊത്തത്തിൽ ഒരു യുദ്ധത്തിന്റെ പിടിയിൽ അകപ്പെട്ടതുപോലൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒന്നാമത്, രാവിലെ 8 മണിയോടുകൂടി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം ഇറാനുമേൽ, പ്രത്യേക തലസ്ഥാനമടക്കമുള്ള പ്രദേശങ്ങൾക്ക് മേൽ ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന വാർത്ത പുറത്തു വന്ന സമയം മുതൽ ഇറാൻ എങ്ങനെ ഏത് രൂപത്തിൽ തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒന്നാം ഘട്ടം എന്ന രൂപത്തിൽ ഇസ്രായേലിലേക്ക് തന്നെ ശക്തമായ തിരിച്ചടി നൽകാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ മിസൈലുകളെയും ഇസ്രായേൽ വിജയകരമായി ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഒരൊറ്റ മിസൈലും അവിടെ താഴെ വീഴാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ഒരു 11 മണിക്ക് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ആക്രമണ ശ്രമങ്ങളെക്കുറിച്ചുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്നത് UAEക്ക് മേൽ നടന്നിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. അബുദാബിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തന്നെ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യം, ജനവാസ കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടന്നിരിക്കുന്നു. കെട്ടിടങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആ പ്രശ്നങ്ങളെ എങ്ങനെ ആ ഡെബ്രി ഏരിയയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ രംഗത്താണ്. കൂട്ടത്തിൽ ഏഷ്യൻ വംശജനായ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടും ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് പറയുകയാണ്. മറ്റുള്ള മേൽവിലാസമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു വിവരം കൂടി പറയുകയാണ്. ബഹ്റിനിലാണെങ്കിൽ അമേരിക്കൻ നേവിയുടെ 5th ഫ്ലീറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് ആക്രമണം എന്ന രൂപത്തിൽ വന്നിട്ട് മനാമയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന രൂപത്തിൽ വിഷ്വൽസ് ധാരാളം നമ്മൾ കണ്ടതാണ്. ഖത്തർ അങ്ങോട്ട് വന്ന മൊത്തം മിസൈലുകളെയും പ്രതിരോധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റും അതുപോലെ തന്നെയാണ് അങ്ങോട്ട് വരുന്നതിന്റെ പ്രതിരോധിക്കുന്നു എന്നാണ്. സൗദി അറേബ്യയിൽ നിന്ന് വ്യക്തമായ വിവരമൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ആക്രമണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏത് ബിൽഡിംഗ് ആണ്, ഏത് പട്ടണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ റിപ്പോർട്ടുകളായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ തുടക്കം തന്നെ UAE ആദ്യം ഒരു 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ UAEയുടെ എയർ സ്പേസ് താൽക്കാലികമായിട്ട് അടയ്ക്കാൻ തീരുമാനിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഫ്ലൈ ദുബായ്, പിന്നെ എമിറേറ്റ്സ് എയർലൈൻസ്, ഷാർജയുടെ എയർ അറേബ്യ, ഇവരൊക്കെ തന്നെയും പല വിധത്തിലുള്ള ഫ്ലൈറ്റുകളുടെ ഡൈവേർഷനും അല്ലെങ്കിൽ തൽക്കാലം ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യേണ്ടതില്ല, പറന്ന് പൊങ്ങേണ്ടതില്ല എന്ന രൂപത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. അതിനെ തുടർന്ന് എയർ ഇന്ത്യയും ഒരു അഡ്വൈസറി പോലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസ് ഇപ്പോൾ ഇന്നും നടത്തുന്നില്ല എന്നുള്ള കാര്യം. അത് എത്ര മണിക്കൂറത്തേക്കാണ്, എത്ര സമയത്തേക്കാണെന്നുള്ളതൊന്നും ആരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഗൾഫ് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അല്പം പുറകിലേക്ക് പോയാൽ, ഇറാൻ നേരത്തെ അതിനെ പറഞ്ഞിരുന്നതാണ്, ഞങ്ങൾക്ക് മേൽ ഏതെങ്കിലും ഒരു ആക്രമണം ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഞങ്ങൾ ഈ മേഖല മുഴുവനും പ്രശ്നത്തിലാക്കും, അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളോട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യമാണ് ഇറാൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കാര്യങ്ങൾ ഇന്നലെയും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനോട് പറഞ്ഞിരുന്നു. ഒന്ന്, ആണവായുധങ്ങളുടെ ഈ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം അതൊന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇറാൻ അതിന് കൊടുത്ത മറുപടി, ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല, ഞങ്ങൾ സമ്പുഷ്ടീകരണം ചെയ്യില്ല എന്നല്ല, അത് അവസാനിപ്പിക്കില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. കാരണം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇറാൻ ഈ ആണവോർജ്ജത്തെ ഉപയോഗപ്പെടുത്തുന്നത്. രണ്ടാമത്, മിസൈലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും ബാലിസ്റ്റിക് മിസൈലിന്റെ ഉപയോഗവും. അതൊരിക്കലും ഞങ്ങൾ ആദ്യം ആരെയും കയറി ആക്രമിക്കില്ല, ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം എന്ന രൂപത്തിൽ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്, അത് ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് 2ാം റൗണ്ട് ജനീവയിൽ ഇന്നലെ ചർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, ഞാൻ അല്പം പോലും ഹാപ്പിയല്ല, അല്പം പോലും സാറ്റിസ്ഫൈഡ് അല്ല, ഇറാൻ ഇങ്ങനെയൊക്കെ ഒരു പരിധിക്ക് നിൽക്കാത്ത വിധത്തിൽ പോകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് അസ്വസ്ഥനാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തോട് ഇന്നലെ രാത്രി വൈകി തന്നെ ഈ ഗൾഫ് മേഖലയിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. സാധാരണ ഇത്ര ആക്രമണം നടക്കുന്ന രാത്രി 2 മണിക്ക് ശേഷം 3 മണി 4 മണി സമയത്തൊക്കെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കണ്ടത്. ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് UAE സമയം 8:45, ഇറാന്റെ സമയം 8:15 വരും. ആ സമയത്താണ് ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് 11-12 മണിയോടുകൂടി ദൃശ്യങ്ങൾ
അപ്പോൾ അബുദാബിയിൽ പല ഭാഗത്തു നിന്നും നമ്മുടെ പ്രേക്ഷകരെ വിളിച്ച് പറയുന്ന അയച്ചിരുന്ന ദൃശ്യങ്ങളൊക്കെ ആകാശം വളരെ കറുത്ത് കാണപ്പെടുകയും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും ആ സ്ഫോടന ശബ്ദങ്ങളിൽ പലരുടെയും വാസസ്ഥലങ്ങളിൽ ജനാലകൾ വാതിലുകൾ ഒക്കെ കുലുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതുവരെ ഉണ്ട ഒരു സമ്മറിയായിട്ട് പറയുകയാണെങ്കിൽ. എങ്കിലും ഇന്നിപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾക്ക് മീഡിയ പ്രവർത്തകരെ എല്ലാവരെയും വിളിച്ചിട്ട് ശ്രീ MA യൂസഫ് അലിയുടെ ഓഫീസിൽ ഒരു റമദാൻ മീഡിയ മജ്ലിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു സന്ദേശമായിട്ട് പറഞ്ഞത് എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് എന്ന ആമുഖത്തോടു കൂടിയാണ് ആ സംഭാഷണം ആരംഭിച്ചത് തന്നെ. ഏതായാലും ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരു സമാധാനത്തിന് വേണ്ടി തന്നെയാണ് ഈ സമയം പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. യുദ്ധം ഒന്നിന്റെയും പരിഹാരമല്ല എന്ന് എത്രയോ യുദ്ധങ്ങൾ കണ്ട നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ ചരിത്രം ധാരാളമുള്ളതാണ്. അതുകൊണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് എത്രയും വേഗം എത്തട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥനകളോടുകൂടിയാണ് ഈ ലൈവും ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മിസൈലുകൾ വരുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യുക, ഇതാണ് യുദ്ധത്തിന്റെ ഒന്നാമത്തെ തന്ത്രമായി വയ്ക്കുന്നത്. പക്ഷേ ആ മിസൈലുകൾ വരാതിരിക്കുക എന്ന സാഹചര്യമാണ് മനുഷ്യന്റെ ഏറ്റവും അഭികാമ്യമായി മാറുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഒരു അഡ്വൈസറിയും ഇതായിപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പരമാവധി സേഫ്റ്റി ഗൈഡ്ലൈൻസ് പാലിച്ചുകൊണ്ട് വിജിലന്റ് ആയിരിക്കണമെന്നാണ് UAEയുടെ ഇന്ത്യൻ എംബസി ഓഫ് ഇന്ത്യ അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്ന അഡ്വൈസറി. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിച്ചു ചോദിക്കാം. 800-46342 എന്ന നമ്പർ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൊക്കെ ചോദിച്ചാലും മറുപടി കിട്ടാവുന്ന സംവിധാനമുണ്ട്. 054-3090-571 എന്ന നമ്പറിലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന ജനറൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. ചുരുക്കത്തിൽ ഗൾഫ് മേഖലയിൽ ഒമാൻ ഒഴികെ എല്ലായിടത്തും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണത്തിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചിലയിടങ്ങളിൽ ആക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധവും പ്രശ്നങ്ങളും മരണവും ചോരയും അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാത്ത ദിനരാത്രങ്ങൾ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടാണ് ഈ ലൈവ് അവസാനിപ്പിക്കുന്നത്. താങ്ക് യു.